നമസ്കാരം ട്രേഡേഴ്സ്, ഇത് സിയാദ് ഇല്ലിഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റ് കൊറോണ കഴിഞ്ഞതിന് ശേഷം കണ്ട ഏറ്റവും വലിയൊരു സീവിയർ ഫോളിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. BSE ലിസ്റ്റഡ് കമ്പനീസ് 30 ലക്ഷം മാർക്കറ്റ് ക്യാപ്പാണ് വെറുതെ വൈപ്പ് ഔട്ട് ആയിപ്പോയത്. ഇന്ന് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ, എസ്പെഷ്യലി ഇന്ന് നിങ്ങളൊരു ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടില്ല, ഓപ്ഷൻ ബൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളാണ് ഈ ഒരു സമയത്തെ ഏറ്റവും വലിയ ഒരു ഭാഗ്യവാൻ. കാരണം അത്രക്കും ക്രൂഷ്യലായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്ന് സ്വാഭാവികമായ രീതിയിൽ നമ്മൾ ന്യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ സമയം ഏകദേശം ഒരു 6:15 ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 5 മണിക്കാണ്. അതുകൊണ്ട് തന്നെ 5 മണി വരെയുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള വോട്ടിങ്ങിൻ്റെ മറ്റുള്ള നമ്പറും കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ ന്യൂസ് പറയുന്നത്. കാരണം ഞാൻ ഒരു ബ്രേക്ക് പോലും എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡിങ്ങിൽ ഫുൾ എൻഗേജ്ഡ് ആയിപ്പോയി, സ്റ്റക്കായി പോയി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്രക്കും എഫേർട്ടായിട്ട്, ഇത്രക്കും സ്ട്രെസ്ഡായിട്ട് ട്രേഡ് ചെയ്ത ഒരു ദിവസം എസ്പെഷ്യലി പേഴ്സണലി എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം വേണം എനിക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ അതുവരെയുള്ള ഡേറ്റ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീവിയറായിട്ടുള്ള ഫോളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശം ഒരു 6 പ്രധാന എക്സിറ്റ് പോൾ സർവേ അടിസ്ഥാനത്തിൽ നിലവിലുള്ള റൂളിംഗ് പാർട്ടിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു വിന്നിംഗ് ആണ് പ്രവചിച്ചത്. അപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ ഇരു മുന്നണികളും വളരെ ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. അത് മാർക്കറ്റ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. ഇത് തന്നെ മനസ്സിലാക്കി FIs രാവിലെ തന്നെ നിഫ്റ്റിയിൽ സെല്ലിങ് തുടങ്ങിയിരുന്നു. നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി ഒരു ബ്രേക്കില്ലാത്ത ഒരു കാറ് പോലെ ശക്തമായിട്ട് പോയി. കാരണം ഈ നിലവിലുള്ള ഗവൺമെൻറ് വന്നില്ല എങ്കിൽ 20% ഒരു കറക്ഷനാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണത് കഴിയും കണക്കും ഇല്ലാത്ത ആളുകൾ എല്ലാം തന്നെ സെല്ല് ചെയ്ത് ഓടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ന്യൂസ് വായിക്കുന്ന 5 മണി വരെ ഉള്ളത്. കാരണം നിലവിലുള്ള NDA തന്നെയായിരിക്കും അടുത്തൊരു ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളത് ആണ് ഇപ്പോൾ വിശ്വസിച്ച് പോകുന്ന ഒരു കാര്യമെങ്കിൽ കൂടിയും ഈ BJPക്ക്, ഭാരത് ജനതാ പാർട്ടിക്ക് ഒറ്റ കക്ഷിയായിട്ട് അവരുടെ എക്സ്പെക്ട് ചെയ്ത സീറ്റുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല കോൺഗ്രസ് ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്തി. അതും ഈ എക്സിറ്റ് പോളിന് പറഞ്ഞതുപോലെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോള് ഈ കോൺഗ്രസ് ആദ്യ സമയങ്ങളിൽ ഞങ്ങൾ എക്സിറ്റ് പോളിനെ തള്ളുന്നു എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇനീഷ്യലി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ എക്സിറ്റ് പോള് സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയിലും ഈ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വക്താക്കളൊന്നും തന്നെ വന്നിരുന്നുമില്ല. അപ്പോൾ അവരത് പരിപൂർണമായിട്ട് നിരാകരിച്ചൊരു അവസ്ഥയിലായിരുന്നു. കാരണം ഈ എക്സിറ്റ് പോൾ ഫലമല്ല ആക്ച്വൽ ഫലം എന്നുള്ളതായിരുന്നു ഈ കോൺഗ്രസിൻ്റെ ആദ്യം മുതലേ തന്നെയുള്ള അവരുടെ വിശ്വാസം. ഞാൻ സ്റ്റിൽ പറയുന്നു, റിസൾട്ട് ഇപ്പോൾ സ്റ്റിൽ കൗണ്ടിങ് ആണ്. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് 7 മണിക്കൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അറിയാൻ സാധിക്കും. ഇതുവരെയുള്ള റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഈ മാർക്കറ്റിൽ നിന്ന് ഫോൾ ആവാനുള്ള പ്രധാന കാരണം എക്സിറ്റ് പോള് അവർ പറഞ്ഞിരിക്കുന്നതിൽ വളരെയധികം വിരുദ്ധമായ കാര്യങ്ങളാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാനായിട്ട് ശ്രമിക്കാറ്. നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ നമുക്കുള്ള രാഷ്ട്രീയം അനുസരിച്ച് നമുക്ക് ന്യൂസുകൾ പറയാനായിട്ട് പറ്റില്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നിലവിലുള്ള റൂളിംഗ് പാർട്ടി വരുന്നത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന് ഗുണം. അതല്ലെങ്കിൽ 20% ഒരു കറക്ഷൻ ഉണ്ടാകും. അപ്പോൾ തൂക്ക് മന്ത്രിസഭകൾ പോലെയുള്ള പല കാര്യങ്ങളും ചർച്ചയിലേക്ക് വരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഏതൊരു പ്രമുഖ പാർട്ടിയുടെ നേതാവിനെയും PM ആയിട്ട് അവർക്ക് വെക്കാനായിട്ട് യാതൊരു പ്രശ്നമില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അവരൊരു പ്രത്യേക ഒരു നേതാവിനെ അടുത്ത PM ആയിട്ടൊന്നും അവർ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ NDAയുടെ സ്ഥിതി അതല്ല. അവർ വ്യക്തമായിട്ട് നിലവിലുള്ള PM തന്നെയാണ് അടുത്ത PM ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് പരിഗണനയാവും. പക്ഷേ സ്റ്റിൽ ഈ ഒരു കൗണ്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ന്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ആയേക്കാം. എനിവേ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ
നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇന്ത്യ വിക്സ് ശക്തമായിട്ടൊരു സ്പൈക്ക് ചെയ്തു. 31 ഒരു വേള ഇന്ത്യ വിക്സ് പോയിട്ടുണ്ട്. എല്ലാ സെക്ടറും ഇന്ന് റെഡിലാണ് അടച്ചിട്ടുള്ളത്. ഓട്ടോ സെക്ടറിൽ നിന്ന് ഏകദേശം ഒരു 3.3% ഒരു ഫോള് കണ്ടു. ബാങ്കിങ് സെക്ടർ ഏകദേശം ഒരു 8% ഒരു ഫോള് കണ്ടു. കൂടാതെ തന്നെ നിഫ്റ്റി മെറ്റൽ 10% ഫോള് കണ്ടു. അദാനി സ്റ്റോക്കുകൾ കൂട്ടത്തോടെ ഇടിഞ്ഞു. PSU ബാങ്ക് ഏകദേശം ഒരു 15% ഫോള് കണ്ടു. 2021 ശേഷം PSU ബാങ്കിലുണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഫോളാണ്. നിഫ്റ്റി റിയാലിറ്റി 10% ഒരു ഫോളാണ് കണ്ടിട്ടുള്ളത്. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ് 11% ഫോള് കണ്ടു. BHEL, ഹിൻകോപ്പർ, BEL, നാൽക്കോ, സെയിൽ, കോൺകോഡ് തുടങ്ങിയ PSU കമ്പനീസാണ് ഏറ്റവും വലിയൊരു ഫോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളുടെ മാർക്കറ്റ് ക്യാപ്പ് 3.6 ലാഖാണ് ഇടിഞ്ഞ് അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ആയി പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു അദാനി ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായിട്ട് മുകേഷ് അംബാനിയെ പിന്തള്ളി വീണ്ടും വന്നിരുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹം അദാനി താഴേക്ക് പണത്തിൻ്റെ കാര്യത്തിൽ താഴേക്ക് പോയിട്ടുണ്ട്. സൺ TV പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. തമിഴ്നാട്ടിൽ DMK ആണ് മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. അത് സൺ TVക്ക് ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള കറൻറ്റ് സിനാരിയോ വെച്ചിട്ട് പല ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളും ഇന്ത്യനെ ഈ അണ്ടർ വെയ്റ്റ് എന്നുള്ള കാറ്റഗറിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിക്ചർ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. പിക്ചർ ഇനി തെളിയാനുണ്ട്. അപ്പോൾ അതൊക്കെ തെളിയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലാരിറ്റി വരും. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് കാണാം 1880 പോയിന്റ് ഫോളോ ചെയ്തു. അതിനുശേഷം 979 പോയിന്റിൻ്റെ ഒരു ഗെയിൻ. 21,996 നിഫ്റ്റി ക്ലോസ് നടത്തി. 1379 പോയിന്റാണ് കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ നിന്ന് നിഫ്റ്റി ഫോളോ ആയത്. സെൻസെക്സ് 4389 പോയിന്റിൻ്റെ ഫോള്. നിഫ്റ്റി ബാങ്ക് 4000 പോയിന്റിൻ്റെ ഫോള്. NSEയിൽ നാമമാത്രമായ കമ്പനീസ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 2207 കമ്പനീസ് റെഡിൽ അടച്ചപ്പോൾ 110 കമ്പനീസ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റിക്ക് കുറച്ചെങ്കിലും ഈ അവസാന സമയത്ത് ഒരു ബൈങ് കണ്ടിട്ടുള്ളത് FMCG കമ്പനീസിലാണ്. HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ, ബ്രിട്ടാനിയ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്. ഇത് 4 FMCGയിലുള്ള ലീഡിംഗ് ജയൻറ്റ് കമ്പനിയാണ്. ഇവർ 1.5 മുതൽ 6% വരെയുള്ളൊരു റാലി ഉണ്ടാക്കി. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ HUL ഈ ഒരു കമ്പനി എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി മാർക്കറ്റ് ഉണ്ടാകുമ്പോഴാണ് HUL മാത്രം കയറുന്നത്. അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അദാനി പോർട്ട്, അദാനി എൻ്റർപ്രൈസസ്, ONGC, NTPC, SBI 15 മുതൽ 21% ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് വേഗം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ടാണോ എന്നറിയില്ല. ഇന്ത്യയുടെ ഗ്ലോബൽ മാർക്കറ്റും റെഡിലാണ്. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ്. ഇന്ത്യ ഏറ്റവും വലിയൊരു ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഫോൾ ആകാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ, US ഫ്യൂച്ചർ, ക്ലോസ് ആയിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ റെഡിൽ അടച്ചിട്ടുള്ളത്. കാരണം ഇന്ത്യ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡെറിവേറ്റീവിൽ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇതുവരെ ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കും വന്നേക്കാം. FISൻ്റെ ഷോർട്ട് പൊസിഷൻ അത് ആക്ച്വൽ ഷോർട്ട് പൊസിഷൻ തന്നെയായിരുന്നോ? FIS ഇങ്ങനെയൊക്കെ തന്നെയാണോ അവർ എക്സ്പെക്റ്റ് ചെയ്തത്? അതൊന്നാമത്തെ കാര്യം. FIS പിന്നെ ഇന്നലെ അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് 6500 കോടി രൂപയുടെ ബൈങ് നടത്തിയത്? മൂന്നാമത്, ഇത്ര വലിയ US-ലും സമാനമായ അവസ്ഥയിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ ഡൊണാൾഡ് ട്രംപ് തോൽക്കുമെന്ന് തന്നെയായിരുന്നു അവിടുത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഹിലാരി ക്ലിൻ്റൺ തോറ്റു, ഡൊണാൾഡ് ട്രംപ് ജയിച്ചു. അപ്പോൾ എക്സിറ്റ് പോള് ഇത്തരം ഒരു വലിയ ഒരു ടെക്നോളജി ഉള്ള കാലഘട്ടത്തിൽ പോലും തെറ്റാറുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയാണ് തെറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഇത്രമാത്രം തെറ്റിയിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു ചോദ്യം നമ്മളുടെ മനസ്സിൽ സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. എനിവേ, നിക്ഷേപകരെ സംബന്ധിച്ച് എന്താണ്, ഒരു ഉള്ള പൈസയൊക്കെ ഇന്നലെ മാർക്കറ്റ് കയറിയ സമയത്ത് ഇട്ട ആളുകളെല്ലാം തന്നെ ഇപ്പോൾ വലിയൊരു ഡിസാസ്റ്റർ അനുഭവിക്കുന്ന ഒരു സമയത്താണ്. നമുക്കെല്ലാവർക്കും ഇതൊരു വലിയൊരു സ്ട്രെസ്സായിട്ടുള്ള ഒരു ടൈമാണ്. മാർക്കറ്റ് തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. താങ്ക് യു.